മോർണിംഗ്. സെൻറ്റ് മേരീസ് ഐ ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെക്കാനിക്കൽ ഡീസലിൻ്റെ ഓൺലൈൻ ക്ലാസ് 20-ാമത്തേന് എടുക്കുന്നത്. EDC ഇലക്ട്രോണിക് ഡീസൽ കൺട്രോൾ സിസ്റ്റം, CRD സിസ്റ്റം, ECM കുറിച്ചാണെന്ന് പറയുന്നത് മെയിനായിട്ട്. ഇലക്ട്രോണിക് ഡീസൽ കൺട്രോൾ EDC സിസ്റ്റം. ഇലക്ട്രോണിക് ഡീസൽ കൺട്രോൾ ഈസ് ഡീസൽ എഞ്ചിൻ ഫ്യൂൽ injection control system for precise metering and delivery of fuel into the combustion chamber of modern diesel engine used in truck and car. അതായത് നമ്മൾ FIP പമ്പും ഡിസ്ട്രിബ്യൂട്ടർ പമ്പും ഒക്കെ പഠിച്ചു. അതിൽ ഗവർണർ മെക്കാനിസം, ഫ്യൂവലിനെ റാക്ക് കൺട്രോൾ ചെയ്യണത് ഒരു മെക്കാനിക്കൽ ഡിവൈസും ഹൈഡ്രോളിക് ഡിവൈസും എയറിൻ്റെ വെഞ്ചുറി ഡിവൈസും വെച്ചിട്ടൊക്കെയാണ് നമ്മളതിൻ്റെ ഫ്യൂവലിനെ കൺട്രോൾ ചെയ്തിട്ട് ഇഞ്ചക്ടറിലേക്ക് അയക്കുന്നത്. ഇതിൽ ഇലക്ട്രോണിക്കലി ഒരു യൂണിറ്റ് പിടിപ്പിച്ചിട്ട് അതാണ് ഇതിൻ്റെ ഫ്യൂവലിനെ കറക്റ്റായിട്ട് ഇഞ്ചക്ട് ചെയ്യാനുള്ള അളവിൽ എന്തുമാത്രം ക്വാണ്ടിറ്റി ഇഞ്ചക്ട് ചെയ്യാനുള്ള അളവിൽ വേണമെന്നുള്ളതിനെ ഡിസൈഡ് ചെയ്യുന്നത് ഈ ഇലക്ട്രോണിക് യൂണിറ്റാണ്. അതാണ് ഈ പമ്പിൻ്റെ മുകളിലുണ്ടാവുക. വേറെ റാക്ക് മൂവ്മെൻറ്റിനൊക്കെ ഈ ഇലക്ട്രോണിക്കിൽ എൻജിൻ കൺട്രോൾ യൂണിറ്റിൻ്റെ സഹായത്തിൽ ചിലത് ഇതിൻ്റെ മുകളിൽ ഇൻബിൽറ്റായിട്ട് വയ്ക്കും. അതിനുശേഷം ഈ ഇഞ്ചക്ടറിലേക്ക് പോകേണ്ട ക്വാണ്ടിറ്റി ഉള്ള ഫ്യൂവലിനെ എന്തുമാത്രം ലോഡിനനുസരിച്ച് ഫ്യൂവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ഡിവൈസ് ഈ ടൈപ്പ് EDC സിസ്റ്റത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനാണ് EDC സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പമ്പിൻ്റെ നിങ്ങൾക്ക് കാണാം, ഈ പമ്പിൻ്റെ ഉള്ളിൽ ഉള്ള 2 യൂണിറ്റ് കണ്ട സോളിനോയിഡും അതോടൊപ്പം തന്നെ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഇത് ചില പമ്പിന് മുകളിലായിരിക്കും, ഈ ടൈപ്പിൽ ചില സൈഡിലുണ്ടാവും. അങ്ങനെയുള്ള പമ്പിൻ്റെ 2-3 പിക്ചേഴ്സാണ്. അത് CRD എൻജിൻ ഇറങ്ങാനായിട്ട് തൊട്ട് മുമ്പിലുള്ള കൂടുതൽ എൻജിനിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചേഴ്സാണ്. അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ടൈപ്പും ഇൻലൈൻ പമ്പിനും നമ്മൾ മെക്കാനിക്കലി ആണ് നമ്മൾ അതിൻ്റെ ഓപ്പറേഷൻ നടത്തിയിരുന്നത് കൂടുതലും. ഇതിന് ഇപ്പോൾ പെഡലിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷൻ അതിൻ്റെ ECU അല്ലെങ്കിൽ ECMലേക്ക് പോകും. അതാണ് കൺട്രോൾ ചെയ്യുക അതിൻ്റെ ഫ്യൂവലിൻ്റെ ക്വാണ്ടിറ്റി എന്തുമാത്രം വേണമെന്നുള്ളത്. മീറ്ററിങ് ചെയ്യണത് ഇതിൻ്റെ കറക്റ്റ് അളവിൽ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പമ്പിൽ നിന്നുള്ള ഡെലിവറി കറക്റ്റ് ഇഞ്ചക്ടറിലേക്ക് പോകണ ലൈനിലേക്ക് ഈ യൂണിറ്റ് പിടിപ്പിച്ചിട്ടുണ്ടാവും. ആ യൂണിറ്റാണ് അതിൻ്റെ വാൽവിനെ കൺട്രോൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ളവർ ചോദിക്കുക. അടുത്ത് ECM, എൻജിൻ കൺട്രോൾ മോഡൽ എന്ന് പറയും സാധാരണ. ഇതാണ് നേരത്തെ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ട ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ECM ആയിരിക്കും. അത് എൻജിൻ കൺട്രോൾ മോഡ് എന്ന് പറയും. അപ്പോൾ അത് ന്യൂ മോഡൽ വെഹിക്കിളിൽ ECM അല്ലെങ്കിൽ ECU എന്ന് പറയും. അതാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് വേരിയസ് സെൻസർ വിച്ച് ഡിക്റ്റേറ്റ് ദ സ്റ്റേറ്റ് ഓഫ് ദ എൻജിൻ ആൻഡ് ഡ്രിവൺ കണ്ടീഷൻ ആൻഡ് ECM വിച്ച് കൺട്രോൾ വേരിയസ് ഡിവൈസ് അക്കോർഡിംഗ് ടു സിഗ്നൽ ഫ്രം ദ സെൻസർ ആൻഡ് വേരിയസ് കൺട്രോൾ ഡിവൈസ്. ഇത് മെയിനായിട്ട് സെൻസറിൻ്റെ കുറച്ച് സെൻസറിൻ്റെ സഹായത്താൽ ഇതിനുള്ള ഇൻഫർമേഷൻ ഇൻപുട്ട് സിഗ്നൽ കിട്ടിയിട്ട് ആ ഇൻഫർമേഷൻ വഴി നമ്മൾ ആക്ച്വേറ്റേഴ്സിനെ വർക്ക് ചെയ്യിക്കും. ഇൻപുട്ട് സിഗ്നൽ വഴി അത് ECMന് കിട്ടും. അത് വേരിയബിളായിട്ടുള്ള വാല്യൂസിൽ അതിൻ്റെ കറണ്ട് കിട്ടും. അതിൻ്റെ ഫലമായിട്ട് ഇൻപുട്ട് സിഗ്നലിൽ ഒരുപാട് നമ്മളൊരു മെയിനായിട്ട് 6-7 സിഗ്നൽ സെൻസേഴ്സ് പിടിപ്പിക്കും ഇൻപുട്ട് സിഗ്നൽ കിട്ടാൻ. ആ സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ആക്ച്വേറ്റേഴ്സിന് വർക്ക് ചെയ്യും. ഇത് മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ കൺട്രോൾ സിസ്റ്റത്തിന്, ഐഡിൽ കൺട്രോൾ സിസ്റ്റത്തിന്, ഫ്യൂവൽ പമ്പ് കൺട്രോൾ സിസ്റ്റത്തിന്, റേഡിയേറ്ററിൻ്റെ ഫാന് കൺട്രോൾ സിസ്റ്റം. അങ്ങനെ മെയിനായിട്ട് ഇത്ര 4 കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ ബുക്കിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഒരു എൻജിൻ്റെ സൈഡിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നത് ECM അല്ലെങ്കിൽ ECU രണ്ടായിട്ടും പറയും. അപ്പോൾ ഇതിന് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കിട്ടാനുള്ള ഒരു 7 സെൻസറിൻ്റെ പേരാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ECMത്തിൻ്റെ പിക്ചറാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. വണ്ടിയിൽ അത് ചിലത് ബോണറ്റിൻ്റെ ഉൾ സൈഡിലുണ്ടാവും, ചിലത് ഡാഷ് ബോർഡിൻ്റെ അടിഭാഗത്തായിട്ടുണ്ടാവും. ഒന്നിൽ കൂടുതൽ ECM ഉള്ള വെഹിക്കിളുണ്ടാവും. ഇതിലൂടെയും ക്വാളിറ്റി കൂടിയ വണ്ടികൾ ഒന്നുകിൽ കൂടുതൽ എൻജിൻ കൺട്രോൾ മോഡൽ അല്ലെങ്കിൽ ECM ഉണ്ടാവും എൻ്റെ കൺട്രോൾ മോഡൽ എൻ്റെ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കേണ്ടതാണ്. അതിൻ്റെ ഓരോ സിഗ്നലിൽ നിന്നുള്ള മെയിനായിട്ട് ഇൻപുട്ട് സിഗ്നൽ കിട്ടണം ECM. അതനുസരിച്ചാണ് അതിൻ്റെ ആക്ച്വേറ്റേഴ്സിന് വർക്ക് ചെയ്യുക. അതായത് ഇറ്റ് ഗെറ്റ് ദ ഇൻപുട്ട് ഫ്രം ദ ഡിഫറെൻറ്റ് സെൻസർ നെയിം ആർ ഫോളോസ്. അതായത് 7 സെൻസേഴ്സിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. മെയിനായിട്ട് ത്രോട്ടിൽ പൊസിഷൻ സെൻസർ, TP സെൻസർ എന്ന് പറയും. ഇൻടേക്ക് എയറിൻ്റെ ക്വാണ്ടിറ്റി എത്ര മാത്രം ഉണ്ടെന്നുള്ളത് എയർ ഫിൽറ്ററിൻ്റെയും ത്രോട്ടിലിൻ്റെയും ബിറ്റ്വീനിലായിട്ട് ഉണ്ടാവും TP സെൻസർ. കെയിം പൊസിഷൻ സെൻസർ, CMP സെൻസർ എന്ന് പറയും. വാൽവ് ടൈം, അത് കെയിം ഷാഫ്റ്റിൻ്റെ തിരിച്ചിലാണ് നമ്മൾ അവിടെ ആയിട്ടാണ് ആ സെൻസർ പിടിപ്പിക്കുക. ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ, CKP സെൻസർ,
അതിൻ്റെ RPM ഫയറിംഗ് ഓർഡറൊക്കെ ഈ CKP സെൻസർ വഴിക്കാണ് എടുക്കുക. അപ്പോൾ ഈ സെൻസറിൻ്റെ പേര് ഷോർട്ടായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ഒരു മെയിനായിട്ടുള്ള സെൻസറിൻ്റെ പേരാണ്. ഒരുപാട് സെൻസേഴ്സ് വരുന്നുണ്ട് നമുക്ക്, പക്ഷേ ഈ മെയിൻ സെൻസറാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ എൻജിൻ കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസർ ECT, സിലിണ്ടറിലെ എൻജിൻ്റെ ടെമ്പറേച്ചർ അറിയാനുള്ളതാണ്. ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യണതും. അല്ല ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഐഡിയൽ സ്പീഡ്, ഫ്യൂൽ പമ്പ് കൺട്രോൾ, ഫ്യൂൽ ഇഞ്ചക്ഷൻ കൺട്രോളൊക്കെ ഈ 7 സെൻസറിന് ബേസ് ചെയ്തിട്ടാണ് കോമൺലി ഉണ്ടാവും. ഇൻലെറ്റ് എയർ ടെമ്പറേച്ചർ IAT സെൻസർ, അത് ഇൻലെറ്റിലേക്ക് കടന്നു വരുന്ന ടെമ്പറേച്ചർ. മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ സെൻസർ, മാപ്പ് സെൻസർ, ഇൻടേക്ക് എയർ പ്രഷർ, അതായത് ഇതിൻ്റെ പ്രഷർ എത്ര ഉണ്ടെന്നും അതിൽ എന്തുമാത്രം ഇൻലെറ്റ് എയർ ടെമ്പറേച്ചർ എന്തുമാത്രം ഉണ്ടെന്നും പ്രഷർ എന്തുമാത്രം ഉണ്ടെന്നും ഈ 2 സെൻസർ, അതായത് കോമൺലി എയർ ഫിൽറ്ററിൻ്റെ അടുത്തായിട്ടുണ്ടാവും ഈ 2 സെൻസർ. ഓക്സിജൻ O2, പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഇൻ എക്സോസ്റ്റ് ഗ്യാസ്, ഇത് എക്സോസ്റ്റ് മാനിഫോൾഡിലാണ് സാധാരണ O2 സെൻസർ ഉണ്ടാവുക. ബിഗിനിങ്ങിലുണ്ടാവും, അതിന് ശേഷം ഉണ്ടാവും. ചില വണ്ടികൾക്ക് എണ്ണം കൂടുതലുണ്ടാവും. അതുപോലെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇതിന് പുറത്ത് പോകുന്ന ഗ്യാസ് എന്തുമാത്രം ഉണ്ട്, ഏത് ടൈപ്പ് ഗ്യാസാണ്, HCCO, ഇതൊക്കെ എന്തുമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള, അത് അടുത്ത ക്ലാസ്സിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തുമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി O2 സെൻസർ, ഓക്സിജൻ്റെ അളവ് എക്സോസ്റ്റ് ഗ്യാസിൽ എന്തുമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് O2 സെൻസർ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ മിനിമം റിക്വയർമെൻ്റ് ആയിട്ടൊരു 3 സെൻസറേലും വേണം. അതായത് TP സെൻസർ, CKP സെൻസർ, CMP സെൻസർ, ഇതുണ്ടെങ്കിൽ മാത്രമേ സ്റ്റാർട്ടിങ് നമുക്ക് നടക്കുള്ളൂ. ചില വണ്ടിക്ക് സ്റ്റാർട്ടിങ് സെൻസറിൻ്റെ ഈ വാല്യൂസ്, അതായത് ഇൻപുട്ട് വാല്യൂസ് നമ്മൾ ഫെയിൽ സേഫ് മോഡിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ട് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് വണ്ടി വഴിയിലൊക്കെ വിടുകയാണെങ്കിൽ ഫെയിൽ സേഫ് ECM സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇൻ കേസിൽ സെൻസർ ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫെയിൽ സേഫ് വാല്യൂ എടുത്തിട്ട് എൻജിൻ ജസ്റ്റ് സ്റ്റാർട്ടാവും, വണ്ടി നമുക്കൊരു വർക്ക്ഷോപ്പിലെത്തിക്കാൻ അത്രയും ദൂരം ഓടിക്കാനുള്ള രീതിയിൽ ഒരു ഫെയിൽ സേഫിൽ ഇതിൻ്റെ വാല്യൂ സ്റ്റോറായി കിടക്കും ECMൽ. അങ്ങനെയുള്ള ചില ECMലും ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് 3 സെൻസേഴ്സ് മസ്റ്റായിട്ടൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണം. അതാണ് മിനിമം. അത് ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ സെൻസേഴ്സ് നമ്മൾ വണ്ടി സ്റ്റാർട്ടായാലും ഈ സെൻസേഴ്സ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള പെർഫോമൻസ് മിസ്സിങ്, അങ്ങനെയുള്ള ഫയറിങ് കറക്റ്റാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ സ്മോക്ക് അതിനെ ബാധിക്കുന്നത് ബാക്കിയുള്ള സെൻസേഴ്സൊക്കെ വരിക. മെയിനായിട്ട് 3 സെൻസർ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണം. അതായത് TP സെൻസർ, CKP സെൻസർ, CMP സെൻസർ. അതാണ് നമ്മൾ ടെസ്റ്റിൽ പറയുന്നത്. അപ്പോൾ ECM ഇതിൻ്റെയൊക്കെ വാല്യൂസ് മെയിൻ കമ്പ്യൂട്ടർ എന്ന് പറയും നമ്മൾ. ECMൻ്റെ വാല്യൂസൊക്കെ അറിഞ്ഞതിനെ എന്തുമാത്രം വാല്യൂ അവിടെ ഉണ്ട്, അതിനെ നമ്മൾ ഇലക്ട്രിക് ബേസിലാണ് നമ്മൾ വാല്യൂ മെഷർ ചെയ്യണത്. ആ വാല്യൂ മെഷർ ചെയ്തതിന് ശേഷം എന്തുമാത്രം വാല്യൂ അവിടെ കൊടുത്തിട്ട് ആ ആക്ച്വേറ്റേഴ്സിന് വർക്ക് ചെയ്യിക്കണം. ആ വർക്ക് ചെയ്തതനുസരിച്ച് അതിൻ്റെ പെർഫോമൻസ് 4 പെർഫോമൻസും ക്ലിയർ ആയിട്ട് നടക്കുക ആണ് ECM. അതായത് ECM അല്ലെങ്കിൽ ECU നടത്തുന്നത്. ഇലക്ട്രോണിക് കൺട്രോൾ മോഡിൽ നിന്നാണ് നമ്മൾ പറയുക. ആണ് ECMൻ്റെ സിസ്റ്റം മെയിനായിട്ട്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇതിൽ നമ്മൾ ECM കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ പമ്പിനെ എന്തുമാത്രം ഫ്യൂൽ വേണമെന്നുള്ളതിൻ്റെ ആക്ച്വേറ്റേഴ്സ് എന്ന പമ്പിൻ്റെ മുകളിലിരിക്കുക. ഇനി കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം, CRD സിസ്റ്റം, അതായത് കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം എന്നും പറയും. നമ്മൾ കോമൺ റെയിൽ ഡീസൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്നും പറയും. കോമൺ റെയിൽ ഡീസൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്നും പറയും നമ്മൾ മെയിനായിട്ട്. CRD അതിൽ വരേണ്ട മെയിൻ ഭാഗങ്ങൾ തോട്ടിൽ പ്രഷർ, നമ്മൾ നേരത്തെ പറഞ്ഞു, TP സെൻസർ, മാനിഫോൾഡ് പ്രഷർ സെൻസർ, സ്പീഡ് സെൻസർ, ടെമ്പറേച്ചർ സെൻസർ, കോമൺ റെയിൽ പ്രഷർ സെൻസർ, ഈ മെയിൻ ഭാഗങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ അടുത്ത ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഓഫ് ദ ഫ്യൂവൽ ഇൻ ടു ദ സിലിണ്ടർ ഓഫ് ഡീസൽ എൻജിൻ ബൈ സിഗ്നൽ കോമൺ ലൈൻ കോൾഡ് എ കോമൺ റെയിൽ വിച്ച് ഈസ് കണക്റ്റഡ് ടു ഓൾ ദ ഫ്യൂവൽ ഇഞ്ചക്ടർ. അതായത് ഒരു ലോ പ്രഷർ പമ്പിൽ നിന്നുള്ള ഫ്യൂവൽ വന്ന് ഹൈ പ്രഷറിൽ വന്ന് ഹൈ പ്രഷർ പമ്പ് അതിനെ ഹൈ പ്രഷർ ആക്കിയതിന് ശേഷം ഒരു കോമൺ റെയിലിലേക്ക് ഒരു ഫ്യൂവലിനെ ഒരു 1800 ബാർ പ്രഷറിലൊക്കെ ആ റെയിലിൽ കീപ്പ് ചെയ്യും. ആ റെയിലിൽ കീപ്പ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഓരോ സിലിണ്ടറിലും ഡയറക്റ്റ് കണക്റ്റ് ആയിട്ട് വരും. പിന്നെ ECM കൺട്രോൾ അതിന് ശേഷം ഈ റെയിലിൽ നിന്നുള്ള പ്രഷർ ECM കൺട്രോൾ ചെയ്തിട്ട് ആ ഇഞ്ചക്ടറിൻ്റെ മുകളിൽ ECM കൺട്രോൾ ആയിരിക്കും ഇഞ്ചക്ടർ വർക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ സെൻസേഴ്സ് അനുസരിച്ചാണ് ഇതിൻ്റെ എപ്പോഴാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യേണ്ടത്, എന്ത് ടെമ്പറേച്ചർ, എന്ത് മാത്രം ഇഞ്ചെക്ട് ചെയ്യണമെന്നൊക്കെ, അതിൻ്റെ ഡ്യൂറേഷൻ എത്ര വേണമെന്നൊക്കെയുള്ള ECM ആണ്. കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ ECM ആണ് കൺട്രോൾ ചെയ്യുക. മെയിനായിട്ട് മറ്റുള്ള ഇൻലൈൻ പമ്പും റോട്ടറി ടൈപ്പ് പമ്പിലാകുമ്പോൾ ഓരോ സിലിണ്ടറിലേക്കും സെപ്പറേറ്റാണ് നമ്മൾ ഇൻലൈൻ പമ്പിന് സെപ്പറേറ്റ് ലൈനപ്പ് പോവുക. ഇത് കോമൺ റെയിലിൽ നിന്നാണ് എത്ര സിലിണ്ടറിലേക്ക് അത്ര സിലിണ്ടറിലേക്ക് അതിൻ്റെ ലൈൻ പോവുക ഇഞ്ചക്ടറിലേക്ക്.
അടുത്ത സ്ലൈഡിൽ ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ഇതിൽ വരേണ്ടത് ഫ്യൂൽ ഫിൽറ്റർ, ഫ്യൂൽ പമ്പ്, പ്രഷർ റെഗുലേറ്റർ വാൽവ്, ഹൈ പ്രഷർ പമ്പ്, കോമൺ റെയിൽ, ഇലക്ട്രോണിക് കൺട്രോൾ, ഇഞ്ചക്ടർ, പ്രഷർ റിലീഫ് വാൽവ്, സെൻസർ. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഫ്യൂൽ ടാങ്ക്, ഫ്യൂൽ ഫിൽറ്റർ, ഫ്യൂൽ പമ്പ്, പ്രഷർ റെഗുലേറ്ററി വാൽവ്, ഹൈ പ്രഷർ പമ്പ്, പ്രഷർ സെൻസർ, കോമൺ റെയിൽ, അതിൽ കാണിച്ചില്ലാണ് കോമൺ പ്രഷർ റിലീഫ് വാൽവ്, ഇഞ്ചക്ടർ, ECU, അതായത് ECU എന്ന് പറഞ്ഞാൽ ECM. പിന്നെ അതിൻ്റെ സെൻസേഴ്സ് നോർമലി ഒരു 4 സെൻസർ ഇവിടെ കൊടുത്തിട്ടുള്ളത്: ത്രോട്ടിൽ പ്രഷർ സെൻസർ, മാനിഫോൾഡ് പ്രഷർ സെൻസർ, ടെമ്പറേച്ചർ സെൻസർ, സ്പീഡ് സെൻസർ. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് വർക്കിംഗ് ആണെങ്കിൽ ഫ്യൂൽ ടാങ്കിൽ നിന്ന് ഒരു ഇലക്ട്രിക് പമ്പ് ഒരു ഫിൽറ്റർ ചെയ്തതിന് ശേഷം ഒരു ഇലക്ട്രിക് പമ്പ് വഴി നമ്മൾ ഇതിൻ്റെ പ്രഷർ റെഗുലേറ്റർ വാൽവ് ത്രൂ ഹൈ പ്രഷർ പമ്പിലേക്ക് വരും. അത് കോമൺലി ഒരു യൂണിറ്റ് ആയിരിക്കും മിക്ക വണ്ടികൾക്ക്. ഈ ഹൈ പ്രഷർ പമ്പും പ്രഷർ റെഗുലേറ്റർ വാൽവും ഒക്കെ ECM കൺട്രോളിലായിരിക്കും. ഹൈ പ്രഷർ പമ്പ് ഡ്രൈവ് എടുക്കുന്ന ടൈപ്പാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അതായത് എഞ്ചിനിൽ നിന്ന് ഡ്രൈവ് എടുത്താണ് ഹൈ പ്രഷർ പമ്പ് വർക്ക് ചെയ്യുക. അതിൻ്റെ ഉള്ളിലൊരു ലോബ് ത്രൂ, അതായത് കെയിം ഷാഫ്റ്റ് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ലോബ് ഉണ്ടാവും. ആ ലോബ് ത്രൂ ആണ് വർക്ക് ചെയ്യുക മെയിനായിട്ട് ഹൈ പ്രഷർ പമ്പ്. ആ ഹൈ പ്രഷർ പമ്പിൽ നിന്ന് ഹൈ പ്രഷർ ആയിട്ടുള്ള ഫ്യൂല് കോമൺ റെയിലിൽ വന്ന് നിൽക്കും. ഒരു 1800 ബാറൊക്കെ ഉണ്ടാവും നോർമലി. 1000 തൊട്ട് 2000 വരെ ഉണ്ടാവും. ആ ബാറിലുള്ള ഫ്യൂല് ഈ ഹൈ പ്രഷർ ലൈനിലുണ്ടാവും. ഹൈ പ്രഷർ ലൈനിലുള്ള ഇതിൽ ഈ ഇഞ്ചക്ടറിലെ ലൈനിൽ വന്നിട്ടുണ്ടാവും, ഓരോന്നിൽ കണക്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഈ പ്രഷർ കൂടി കഴിഞ്ഞാൽ റിലീഫ് ചെയ്യാനുള്ള ഒരു പ്രഷർ സെൻസർ ഉണ്ട്, റിലീഫിങ് വാൽവ് ഉണ്ട്, റിലീഫ് ഉണ്ട്. ഈ സൈഡിൽ കൊടുത്തിട്ട് ഈ കോമൺ റെയിലിൻ്റെ ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ള ഇൻ കേസിൽ ഈ സെൻസറൊന്നും വർക്ക് ചെയ്യണില്ലെങ്കിൽ മാനുവലി വർക്ക് ചെയ്യുന്നതാണ് പ്രഷർ റിലീഫ് വാൽവ്. അതിലൊരു പ്ലഞ്ചറും ഒരു ബോളുണ്ട്. അത് ഇത്രയും പ്രഷറും കൂടുതൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇത് കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കില്ല, വർക്കിംഗ് പ്രഷർ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ ഓപ്പൺ ആയിരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ മാനുവലി റിലീസായിട്ട് ടാങ്കിലേക്ക് വീണ്ടും വരും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കണം. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം അടുത്ത സ്ലൈഡിൽ. കോമൺ റെയിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം, ഡീസൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിൽ ഇലക്ട്രിക് പമ്പ് ത്രൂ ഹൈ പ്രഷർ പമ്പിലേക്ക് വന്നു ഒരു ലൈൻ. അതിൽ ആ ചെറിയ ഡോട്ടറിലാണ് ഹൈ പ്രഷർ പമ്പിൽ നിന്ന് ഇതവിടെ ഫ്യൂൽ പ്രഷർ റെഗുലേറ്റർ ഉണ്ട് അവിടെ, അത് ECM കൺട്രോളിലാണ് അത് വർക്ക് ചെയ്യണത്. അതിന് ശേഷം ഹൈ പ്രഷർ കൺട്രോൾ ചെയ്തതിന് ശേഷം ഹൈ പ്രഷർ ലൈൻ കോമൺ റെയിലിലേക്ക് വന്നു. കോമൺ റെയിലിൽ നിന്ന് നമ്മൾ ഇഞ്ചക്ടറിലേക്ക് വന്നു. കോമൺ റെയിലിൽ നിന്ന് ഇഞ്ചക്ടറിൽ നിന്ന് നമ്മൾ ഏത് സിലിണ്ടറാണെന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് ഈ 7 സെൻസറിൽ കൊടുത്തിട്ടുണ്ട്. ഈ 7 സെൻസർ ഡിസൈഡ് ചെയ്തതനുസരിച്ച് ECM തീരുമാനിക്കും ഏതിലാണ്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് സെൻസറിൽ നിന്നും ഗെയിം ഷാഫ്റ്റ് സെൻസറിൽ നിന്നും ആക്സെപ്റ്റഡ് പൊസിഷൻ എന്ത് മാത്രം വേണം, ഏത് സിലിണ്ടറിൽ വേണം എന്നൊക്കെ ഈ സെൻസറിൻ്റെ സഹായത്തിൽ ECM ഈ ഇഞ്ചക്ടറിൻ്റെ മുകളിലുള്ള അതിൻ്റെ വാൽവ് മീൻസ് തുറക്കും. അതായത് ഇലക്ട്രിക്കലി കൺട്രോളാണ് അത് വാൽവ്, എന്താ പറയുക സെൻസർ. ആ വാൽവ് തുറക്കണതനുസരിച്ച് ഫ്യൂല് ഇതിലേക്ക് വരും, ഈ കമ്പഷൻ ചാമ്പറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യും ഹൈ പ്രഷറിൽ. അപ്പോൾ നമ്മളത് ഈ റെയിലാണ് മെയിനായിട്ട് ഹൈ പ്രഷർ നിൽക്കുക. മറ്റേനെ വിട്ടിട്ട് നമ്മൾ ഇൻഡിവിജ്വലി പ്ലഞ്ചർ ത്രൂ നമ്മൾ ഓരോന്നിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇത് കോമൺ റെയിലിൽ ഹൈ പ്രഷർ വന്ന് നിൽക്കും, അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഈ ഹൈ പ്രഷർ വന്നുള്ള ഫ്യൂവലിനെ ഇഞ്ചക്ടേഴ്സിലേക്ക് എത്തിച്ച് നിൽക്കുക. അതിന് എന്തുമാത്രം ക്വാണ്ടിറ്റി വേണമെന്നും എത്ര നേരം അത് വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ECM തീരുമാനിക്കും. ഡിപ്പെൻഡിങ് ലോഡ്, ഡിപ്പെൻഡിങ് സ്പീഡ് ഒക്കെ അനുസരിച്ച്. സ്പീഡ് നമ്മൾ സെൻസ് ചെയ്യുന്നത് നമ്മൾ ആക്സിലറേറ്റർ പെഡൽ, ത്രോട്ടിൽ പൊസിഷൻ സെൻസർ, APP സെൻസർ ഒക്കെ വെച്ചിട്ടാണ് സ്പീഡ് നമ്മൾ സെൻസ് ചെയ്യുക. വെഹിക്കിൾ സ്പീഡ്, പിന്നെ ടെമ്പറേച്ചർ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇഞ്ചക്റ്റ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി എന്തുമാത്രം ഡ്യൂറേഷൻ വേണ്ടെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ECM ആണ്. ഇതിൻ്റെ സെൻസ് ചെയ്ത്, അതായത് ഈ കാണുന്ന സെൻസറാണ് ECMയുടെ ഇൻപുട്ട് ചെയ്യുന്നത്. അതിനുശേഷം ECM ആക്ച്വേറ്റേഴ്സിന് സോളിനോയിഡ് വർക്ക് ചെയ്യും. ഈ നോസിലിൻ്റെ മുകളിൽ സോളിനോയിഡ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം. ഇതിൽ ഈ പമ്പ് വരയ്ക്കണതിൻ്റെ ഈ ഇൻസൈഡിൽ ഈ പമ്പ് 2 ടൈപ്പ് ഉണ്ട്. ഫീഡ് പമ്പ് ഇതിൽ വരുന്ന ടൈപ്പും ഉണ്ട്. ഈ ഹൈ പ്രഷർ പമ്പിൻ്റെ ബാക്ക് സൈഡിൽ ഫീഡ് പമ്പ് വരുന്ന ടൈപ്പുണ്ട്. ഹൈ വെഹിക്കിളിലൊക്കെ അങ്ങനെ കണ്ടിട്ടില്ല. ഫീഡ് പമ്പ് ഇലക്ട്രിക് പമ്പ് ആയിരിക്കില്ല. ഫീഡ് പമ്പ് ഈ ഹൈ പ്രഷർ പമ്പിൻ്റെ ബാക്കിൽ തന്നെ ഫീഡ് പമ്പ് കൂടി വരും. അപ്പോൾ ടാങ്കിൽ നിന്ന് വലിക്കുന്നത് ഇലക്ട്രിക് ആയിരിക്കില്ല. ഫീഡ് പമ്പ് ത്രൂ ഹൈ പ്രഷർ പമ്പിലേക്ക് ഈ വരും. അതിനുശേഷം ഹൈ പ്രഷർ പമ്പിൽ ഉള്ള വർക്കിംഗ് കോമൺ റെയിൽ ഡീസൽ ഫ്യൂൽ സിസ്റ്റത്തിൽ നിന്ന് ഹൈ പ്രഷർ പമ്പ് വർക്ക് ചെയ്യണതിൻ്റെ ഒരു പിക്ചറാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. ആ 3 ലോബ് പോലെ കൊടുത്തില്ല, അതാണ് അതിൻ്റെ പ്രഷർ ക്രിയേറ്റ് ചെയ്യണത്. അതാണ് മനസ്സിലാക്കണത്. ഇപ്പം നിങ്ങൾക്ക് വർക്കിംഗ് മനസ്സിലായില്ല ഓൾമോസ്റ്റ്. ഇലക്ട്രിക് പമ്പ് വഴി
ഇലക്ട്രിക് പമ്പ് രണ്ട് രീതിയിലും വരുന്നുണ്ട്. ഇലക്ട്രിക് പമ്പ് വഴി ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പിലേക്ക് പ്രഷർ വരും. അതിനുശേഷം ഹൈ പ്രഷർ പമ്പിൽ നിന്ന് ഹൈ പ്രഷറായിട്ടുള്ള ഫ്യൂവലിൽ ECM കൺട്രോൾ ചെയ്ത് വിടും. എത്രമാത്രം ഫ്യൂവൽ അങ്ങോട്ട് കടത്തി വിടും. റെയിലിൽ പ്രഷർ വേരിയേഷൻ വരുന്നതനുസരിച്ച് ഈ ഫ്യൂവൽ പ്രഷർ റെഗുലേറ്റർ വാൽവ് ഉണ്ട് ഇവിടെ, അത് ECM കൺട്രോളാണ്. അത് ത്രൂ ഈ ഹൈ പ്രഷർ റെയിലേക്ക് കോമൺ റെയിലേക്ക് വരും. അതിനുശേഷം കോമൺ റെയിലിൽ ECM ഇൻഫർമേഷൻ കൊടുക്കുന്നതനുസരിച്ച് ഇഞ്ചക്ടർ ഇഞ്ചക്റ്റ് ആവും, ഡിപ്പെൻഡിങ് ഈ സെൻസേഴ്സിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫ്യൂവൽ പമ്പ് ടേക്ക് എ ഫ്യൂവൽ ഫ്രം ഫ്യൂവൽ ടാങ്ക് ടു ഹൈ പ്രഷർ പമ്പ് ത്രൂ ഫ്യൂവൽ ഫിൽറ്റർ. ബിറ്റ്വീനിൽ ഫിൽറ്റർ ഉണ്ടാവും. ഫ്യൂവൽ ടാങ്കിൻ്റെയും ഹൈ പ്രഷർ പമ്പിൻ്റെയും ഇടയിൽ, അതായത് ഫീഡ് പമ്പിൻ്റെയും ഹൈ പ്രഷർ പമ്പിൻ്റെയും ഫിൽറ്റേഴ്സ് ഉണ്ടാവും. അത് വളരെ സെൻസിറ്റീവായ ഫിൽറ്റേഴ്സ് ആവും കൂടുതൽ കാണിക്കുക. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ് വരുന്നത്. അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി, ഇത് വായിച്ചു നോക്കുക. അതിനുശേഷം the ECU receives signal from throttle position sensor, manifold pressure sensor, speed sensor, temperature sensor, common rail pressure sensor, extra. ഇതിൻ്റെ ECU ആണ്, അതായത് എൻജിൻ കൺട്രോൾ മോഡലാണ് മെയിനായിട്ട് ഇതിൻ്റെ സിഗ്നൽ റിസീവ് ചെയ്യണം. അതിനുശേഷം ആക്ച്വേഷന് റെഗുലേറ്റ് ദ പ്രഷർ റെഗുലേറ്റിംഗ് വാൽവ് അക്കോർഡിംഗ് ടു സിഗ്നൽ പ്രഷർ കൺട്രോൾ വാൽവ്. അതിനുശേഷം അതിന് ആവശ്യമുള്ള പ്രഷറാണ് കൊടുക്കുന്നതിന് ശേഷം റെഗുലേറ്റ് ചെയ്യാൻ ആക്ച്വേറ്റേഴ്സ് വെച്ച്. എൻജിൻ കൺട്രോൾ മോഡിൽ കൺട്രോൾ ദ ഫ്യൂൽ ഇഞ്ചക്ടർ അക്കോർഡിംഗ് ടു ദി സിഗ്നൽ ഓഫ് വേരിയസ് സെൻസർ. കഴിഞ്ഞ ഇതിൽ പറഞ്ഞ മാതിരി ഒരു 7 സെൻസർ പറഞ്ഞില്ലേ, ആ സെൻസർ അനുസരിച്ച് ഇതിനെ അക്കോർഡിംഗ് ടു സിഗ്നലിനനുസരിച്ച് ഇതിനെ വേരിയസ് ആയിട്ട് സെൻസർ ചെയ്യും, മെയിനായിട്ട് കൺട്രോൾ ചെയ്യും മെയിനായിട്ട് ഈ സെൻസർ ത്രൂ. അങ്ങനെയാണ് എൻജിൻ വർക്ക് ആവുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ്: ഫ്യൂൽ ഇഞ്ചക്ടർ ഈസ് കൺട്രോൾഡ് ഇലക്ട്രോണിക്കലി സോ ദാറ്റ് ദ പ്രീ ഇഗ്നീഷൻ, മെയിൻ ഇഗ്നീഷൻ, പോസ്റ്റ് ഇഗ്നീഷൻ പോസിബിൾ. അതായത് ചില ഡീസൽ വണ്ടിയിൽ മുമ്പ് ഒരു പ്രീ ഇഗ്നീഷൻ ഉണ്ടാവും, അതിനുശേഷം മെയിൻ ഇഗ്നീഷൻ, പോസ്റ്റ്, അതിന് ശേഷം ഇഗ്നീഷൻ ഉണ്ടാവും. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അതായത് നമ്മൾ എക്സോസ്റ്റ് ഗ്യാസിൽ നിന്ന് വരുന്ന പൊള്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് പ്രോപ്പറായിട്ട് കത്തിക്കണം. അതിൽ റിമൈനിങ് ആയിട്ടുള്ള ഫ്യൂൽ വരാൻ പാടില്ല. അത്രയും നമ്മൾ ആറ്റമൈസ് ചെയ്തിട്ട് ഫ്യൂൽ ഇഞ്ചെക്റ്റ് ചെയ്യണം. അതിൻ്റെയൊക്കെ പ്രീ ഇഗ്നീഷനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പ്രീ ഇഗ്നീഷൻ എന്തിനാണ് കൊടുക്കണം, പ്രീ ഇഗ്നീഷൻ നടന്നാൽ എന്താ സംഭവിക്കുക, നോക്കിങ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആസ് എ റിസൾട്ട് സ്മൂത്ത് കമ്പഷൻ, ലെസ് നോയ്സ് എൻജിൻ ഒബ്റ്റൈൻഡ്. സ്മൂത്ത് വർക്കിംഗ് ആയിരിക്കും. ക്യാൻ ഇഞ്ചക്ട് ഫ്യൂൽ 1800 ബാറാണ്, ഓൾമോസ്റ്റ് 2000-1000 ഇടയിലൊക്കെ ഇതിൻ്റെ പ്രഷർ ഉണ്ടാവുക. ഇത് പ്രഷർ കുറയാനുള്ള കാരണം ഉണ്ടാവും. അപ്പോൾ ഇഞ്ചക്ടർ ലീക്കാവുക, അല്ലെങ്കിൽ സോളിനോട് വർക്ക് ആവുക, ഇതൊക്കെ പ്രഷറിനെ ബേസ് ചെയ്യും. അല്ലെങ്കിൽ കോമൺ റെയിലുള്ള സെൻസർ ഏതെങ്കിലും ഫെയിലിയർ ആക്കി കഴിഞ്ഞാൽ ഈ പ്രഷർ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് ഒരു പവർ ബാലൻസ് നമുക്ക് കൺട്രോൾ ഇതിനെ ചെക്ക് ചെയ്യാനുള്ള കമ്പ്യൂട്ടർ വെച്ചിട്ട് നമുക്ക് ടൂളുണ്ടാവും. അത് ഇങ്ങനത്തെ ടൈപ്പ് വണ്ടികൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റും. ടാറ്റ മോണിറ്ററിൽ ഇതിൻ്റെ പ്രഷർ എത്രയാണ്, റെയിൽ പ്രഷർ എത്രയാണ്, ഹൈ പ്രഷർ എത്രയാണ്, ഇഞ്ചക്ടർ എപ്പോഴാണ് ഇഞ്ചക്ട് ചെയ്യണത്, അതൊക്കെ നമുക്ക് വേരിയേഷൻ എത്രയൊക്കെ, ഏത് പവർ ബാലൻസിലൊക്കെ ഏത് ഇഞ്ചക്ടറിലെ കുറവ്, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ബെറ്റർ ഫുൾ എഫിഷ്യൻസീസ് ഒബ്റ്റൈൻഡ്, നോക്കിംഗ് പോസിബിലിറ്റി ഇൻ ലെസ്. കറക്റ്റായിട്ട് നമ്മൾ ഫയറിങ് നടക്കാന്ന് വെച്ചാൽ നോക്കിംഗ് പോസിബിലിറ്റിയൊക്കെ കുറയുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ. എമിഷൻ ഗ്യാസിലെ ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എക്സ്ട്രാ റെഡ്യൂസ്ഡ്. ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഈ എക്സോസ്റ്റ് ഗ്യാസിലുണ്ടാവണ പുറത്ത് പോണ വിഷവായു, അങ്ങനെ മലിനീകരിക്കുന്ന വായുകളൊക്കെ കുറയ്ക്കാൻ പറ്റും. അതാണ് ഈ എഞ്ചിൻ്റെ ഗുണം, CRD എഞ്ചിൻ്റെ ഗുണം. അപ്പോൾ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ഫയറാക്കിയിട്ട് പുറത്ത് വിടാൻ പറ്റും. നല്ല പെർഫോമൻസ് ഉണ്ടാവും. നല്ല ഫുള്ള് ഡീസലാണെങ്കിൽ കത്തിപ്പോകും. അങ്ങനെയാണ് CRD എഞ്ചിൻ്റെ ഗുണം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ടുള്ളവർ ചോദിക്കുക. താങ്ക് യു.